ശമിച്ചേട്ടാ നമസ്കാരം. നമ്മുടെ മൂന്നാം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതോടെ 10 വർഷക്കാലം ഇറ്റലിയിലെ ഗവൺമെന്റ് മൂടി വെച്ചിരുന്ന ഒരു ഭീകര സത്യം അത് പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കോൺഗ്രസ് നടത്തിയ ഒരു വലിയ അഴിമതി, അഴിമതി എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ പ്രതിരോധ മന്ത്രാലയത്തിനെ പോലും കരുവാക്കിക്കൊണ്ട് നമ്മുടെ കോൺഗ്രസ് നടത്തിയ ഒരു വലിയ അഴിമതി 2013 അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് ഹെലികോപ്റ്റർ അഴിമതി കേസ്. അപ്പോൾ ആദ്യം തന്നെ നമുക്കുള്ളൊരു സന്തോഷം എന്ന് പറഞ്ഞാൽ ABC മലയാളമാണ് ഇത് ആദ്യമായിട്ട് ബ്രേക്ക് ചെയ്തത് എന്നുള്ളതാണ്. ABC മലയാളത്തിലാണ് ഈ വാർത്ത ആദ്യമായിട്ട് വരുന്നത്. അപ്പൊ നമ്മൾ അതിന്റെ ഒരു ഫോളോ അപ്പ് എന്ന നിലയിൽ ഇനി അടുത്തത് എന്തായിരിക്കും ഇതിന്റെ ഒരു ഈ കേസിന്റെ ഒരു ഗതി എന്നായിരിക്കും നമ്മൾ ഈ ചർച്ചയിൽ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നത്. അതായത് 600 കോടി രൂപയുടെ അഴിമതിയാണ് ഇതിനകത്ത് ഉണ്ടായിരിക്കുന്നത് എന്നാണ് പുറത്തു വന്നിരിക്കുന്നത്. അതായത് 3600 കോടി രൂപ മുടക്കിയാണ് ഹെലികോപ്റ്റർ കരാർ ഒപ്പുവെച്ചത്. അതിൽ 600 കോടി രൂപയാണ് ഇപ്പൊ അഴിമതി കണ്ടെത്തിയിരിക്കുന്നത്. ഇതിനകത്ത് ഏറ്റവും നാണം കെടുത്തുന്ന ഒരു സംഭവം എന്ന് കഴിഞ്ഞാൽ നമ്മുടെ അഴിമതി കേസിലെ രാഷ്ട്രപതി, പ്രധാനമന്ത്രി, മുൻ പ്രധാനമന്ത്രിമാർ എന്നിവരുൾപ്പെടെയുള്ള ഉന്നത നേതാക്കൾക്കായിട്ട് 12 ഹെലികോപ്റ്റർ, ആഡംബര ഹെലികോപ്റ്റർ വാങ്ങാൻ സർക്കാർ 2007 ഒപ്പുവെച്ചൊരു കരാറാണ്. 6000 അടി മുകളിൽ ഈ ഹെലികോപ്റ്റർ പറക്കണം. പക്ഷേ ഈ അഴിമതിക്ക് വേണ്ടിയിട്ട് 4500 അടിയായിട്ട് അത് ചുരുക്കി. പോരാത്തതിന് റോക്കറ്റ് ലോഞ്ചർ പോലും ആ ഹെലികോപ്റ്ററിന്റെ അടുത്തേക്ക് എത്താൻ പാടില്ല എന്നുള്ള ആ ഡിഫൻസിന്റെ ആ ഒരു ഇതുണ്ടല്ലോ, ആ ഒരു ചടുലത, അതിൽ വരെ കോംപ്രമൈസ് ചെയ്യും. അതായത് കുഴപ്പമില്ല, നമ്മുടെ ഈ കാര്യങ്ങളൊക്കെ, നമ്മുടെ അഴിമതി കൃത്യമായിട്ട് നടക്കണം എന്നുള്ളത്, അതായത് നമ്മുടെ പ്രധാനമന്ത്രിയുടെയും രാഷ്ട്രപതിയുടെയും പോലും ജീവൻ പണയം വെച്ചുകൊണ്ട് നടത്തിയ ഒരു അഴിമതി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പൊ ഇതില് ഇനി എന്തായിരിക്കും കേന്ദ്രത്തിന്റെ അടുത്ത നീക്കം? തീർച്ചയായിട്ടും ധനുഷ് സൂചിപ്പിച്ചതുപോലെ ഒരുപക്ഷെ ബൊഫേഴ്സ് കുംഭകോണം കഴിഞ്ഞാൽ ഈ രാജ്യത്ത് തന്നെ ഏറ്റവും വലിയ ഒരു ആയുധ കുംഭകോണമാണ്. രണ്ടും നടത്തിയത് കോൺഗ്രസ് ആണ്. അവർക്ക് ആ മേഖലയിലുള്ള ഒരു പ്രാവീണ്യത്തിന്റെ കൂടി ഉദാഹരണമാണത്. പക്ഷെ ഇത്തവണ രാഷ്ട്രപതിയുടെയും ഉപരാഷ്ട്രപതിയുടെയും പ്രധാനമന്ത്രിയുടെയും ഒക്കെ ജീവൻ വരെ പണയത്തിലാക്കുന്ന മട്ടിലുള്ള വലിയ ഗുരുതരമായിട്ടുള്ള അഴിമതിയാണ്. ഓർമ്മ ശരിയാണെങ്കിൽ 2010 ഇറ്റലിയിലുള്ള ഫിൻമെക്കാനിക്കയുടെ നേതൃത്വത്തിലുള്ള അഗസ്റ്റ വെസ്റ്റ്ലാൻഡുമായിട്ട് 12 VVIP ചോപ്പറുകൾ മേടിക്കാൻ വേണ്ടി ഇന്ത്യ കരാറിൽ ഏർപ്പെടുന്നത്. ആ കരാർ എന്ന് പറയുന്നത് അങ്ങ് പറഞ്ഞതുപോലെ തന്നെ കരാറിലുണ്ടായിരുന്ന വ്യവസ്ഥകളെല്ലാം ലഘൂകരിച്ചുകൊണ്ട് അഗസ്റ്റ വെസ്റ്റ്ലാൻഡിനെ ഈ റേസിലേക്ക് ചേർക്കാൻ വേണ്ടിയിട്ട് അവിടെ ഉണ്ടായിരുന്ന നിബന്ധനകളൊക്കെ താഴ്ത്താണ്. 6000 അടി ഉയരത്തിൽ പറക്കുന്നത് വേണമെന്നുള്ളത് മാറ്റി 4500 അടി എന്നതാക്കി. കാരണം അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് 4500 അടി ഉയരത്തിലേ പറക്കുകയുള്ളൂ. ഈ 6000 അടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഈ റേസിൽ തന്നെ പങ്കെടുക്കാൻ സാധിക്കില്ല. മാത്രമല്ല വളരെ എക്സോർബിറ്റന്റ് ആയിട്ടുള്ള പ്രൈസ് ആണ്. 3600 കോടി രൂപയുടെ കരാറാണ് നമ്മൾ ഇവരുമായിട്ട് ഉണ്ടാക്കിയത്. 12 ഹെലികോപ്റ്റർ, ഒരു ഹെലികോപ്റ്ററിന് 300 കോടി എന്ന കണക്കിലാണ് ആ കരാർ നമ്മൾ ഉണ്ടാക്കിയത്. CBIയുടെ കുറ്റപത്ര പ്രകാരം 2600 കോടി രൂപ നഷ്ടം സംഭവിച്ചു പബ്ലിക് എക്സ്ചക്കറിന് എന്നാണ്. അതായത് കേന്ദ്രത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ പൊതു ഖജനാവിന് 2600 കോടി രൂപ നഷ്ടമാണ്. അതായത് 1000 കോടി രൂപയ്ക്ക് ക്ലോസ് ചെയ്യാവുന്ന ഒരു ഡീലിനെയാണ് നമ്മൾ ചില ആളുകളുടെ താല്പര്യപ്രകാരം 3600 കോടിയായിട്ട് എക്സോർബിറ്റന്റ് ഫിഗറിലേക്ക് കൊണ്ടുപോയത്. അതുകൊണ്ട് തന്നെയാണ് അതിലത്തെ കമ്മീഷൻ ഇത്ര ഹൈ ആയിരിക്കുന്നത്. 3600 കോടി രൂപയുടെ ഒരു പ്രതിരോധ കരാറിൽ 600 കോടി രൂപ കമ്മീഷനായിട്ടാണ് കൊടുക്കുന്നത്. അതായത് സാധാരണ ഡിഫൻസ് ഡീലുകളിലൊക്കെ 5% കമ്മീഷൻ, 10% കമ്മീഷൻ എന്നൊക്കെ പറയും. ഇവിടെ 20% കമ്മീഷനായിട്ട് കൊടുക്കുകയാണ്. 3600 കോടിയുടെ എത്ര ശതമാനമാണ് 600 കോടി എന്നുള്ള ആലോചിച്ച് നോക്കൂ. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരെ ഉൾപ്പെടെ പർച്ചേസ് ചെയ്തുകൊണ്ടാണ് ഈ കരാർ ഉണ്ടാക്കിയത്. ഇതിലിപ്പോ ക്രിസ്ത്യൻ മൈക്കൽ എന്ന് പറയുന്ന ആള് അവിടുത്തെ അയാളുടെ അഡ്മിഷൻസ് ആണല്ലോ ഇതിന്റെ വലിയ തെളിവായിട്ട് വന്നത്. ഇന്ത്യൻ ഗവൺമെന്റിന്റെ ആവശ്യപ്രകാരം ഈ ക്രിസ്ത്യൻ മൈക്കലിനെ നമ്മൾ 2019 ഇന്ത്യയിലേക്ക് എക്സ്ട്രാഡിറ്റ് ചെയ്തിട്ടുണ്ട്. അയാള് ഹാൻഡ് റിട്ടൺ നോട്ട് ഉണ്ട് അയാളുടെ. അതായത് ഈ കരാർ അഗസ്റ്റ വെസ്റ്റ്ലാൻഡിന് തന്നെ കിട്ടണമെങ്കിൽ, ഇയാളൊരു മിഡിൽമാൻ ആണ്, ഏജന്റ് ആണ്. അഗസ്റ്റ വെസ്റ്റ്ലാൻഡിന് തന്നെ കിട്ടണമെങ്കിൽ സോണിയാഗാന്ധിയെയും അവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന 10 പ്രധാന നേതാക്കന്മാരെയും നമ്മൾ ഈ റോപ്പിൻ ചെയ്യണം. ഇവരെ നമുക്ക് അനുകൂലമാക്കി മാറ്റിയെടുത്താൽ മാത്രമേ, ഇവർക്ക് ആവശ്യമുള്ളത് കൊടുത്താൽ മാത്രമേ നമുക്ക് ഈ കരാർ ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ. അപ്പോ സോണിയാഗാന്ധിയുടെ പേര് പറയുന്നുണ്ട് 2 സ്ഥലങ്ങളിൽ. സോണിയാഗാന്ധി ഇറ്റാലിയൻ ജഡ്ജ്മെന്റിൽ 2 സ്ഥലങ്ങളിൽ, പേജ് നമ്പർ 193, പേജ് നമ്പർ 204, 2 പേജുകളിലും 2 തവണ ഇവരുടെ പേര് പരാമർശിക്കപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ പേര് 2 തവണ, അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ പേര് പരാമർശിക്കുന്നുണ്ട്. അതുപോലെ സോണിയാഗാന്ധിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന അഹമ്മദ് പട്ടേൽ, ഇന്നത്തെ കോൺഗ്രസിലെ നേതാക്കന്മാരായിരുന്നു ഓസ്കാർ ഫെർണാണ്ടസ്, വീരപ്പ മൊയ്ലി, അങ്ങനെയുള്ള പ്രധാനപ്പെട്ട കോൺഗ്രസിന്റെ 10 നേതാക്കന്മാര്, അതായത് ഏറ്റവും ഉന്നതമായിട്ടുള്ള തലത്തിൽ നടത്തിയിട്ടുള്ള ഒരു അഴിമതിയാണ് എന്നുള്ളതാണ്. ഇതിൽ അഴിമതിയിൽ കൗതുകം എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിന്നല്ല ഇങ്ങനെ വലിയൊരു അഴിമതി ഉണ്ടായ കാര്യം പുറത്തു വരുന്നത് എന്നുള്ളതാണ്. ഈ കരാർ നടത്തുന്ന ഇറ്റലിയിലുള്ള ഏജൻസികൾ ഈ കരാറുകളുമായി ബന്ധപ്പെട്ട കൃത്രിമത്വവും ഇതുമായി ബന്ധപ്പെട്ട കോഴയും അന്വേഷണത്തിൽ പുറത്തു കൊണ്ടുവന്നതിന് ശേഷം മാത്രമാണ് ഇന്ത്യൻ ഗവൺമെന്റ് ഇങ്ങനെ ഒരു തട്ടിപ്പ് നടന്നുവെന്ന് അംഗീകരിക്കുകയും അതിനെതിരെ നടപടിയെടുക്കാൻ തീരുമാനിക്കുകയും ആ കരാർ റദ്ദാക്കുകയും ചെയ്തു. കരാർ റദ്ദാക്കുന്നത് 2014 ജനുവരിയിൽ മാത്രമാണ്.
എപ്പോഴാണ് അത് സംഭവിക്കുന്നത്? 2010 ഉണ്ടാക്കിയിട്ടുള്ള കരാർ റദ്ദാക്കുന്നത് 2013 ഫെബ്രുവരി മാസത്തിൽ ഈ ഒഗസ്റ്റ വെസ്റ്റ്ലാൻഡിന്റെ സിഇഒ ആയിട്ടുള്ള ജൂസഫ് ഓർസി എന്ന് പറയുന്ന ആളെയും അതേപോലെ തന്നെ ഇവരുടെ പാരന്റ് കമ്പനി ആയിട്ടുള്ള ഫിൻമെക്കാനിക്ക എന്ന് പറയുന്ന കമ്പനിയുടെ സിഇഒ ആയിട്ടുള്ള ബ്രൂണോ സബ്ഗോളിനിയോ ബ്രൂണോ എന്ന് പറയുന്ന ഒരാളുണ്ട്. ഈ രണ്ടുപേരെയും ഇറ്റാലിയൻ അതോറിറ്റികൾ അറസ്റ്റ് ചെയ്തു. കാരണം ഇവർക്കെതിരെ വളരെ കൃത്യമായ തെളിവുകൾ കിട്ടി. എത്തിക്കൽ അല്ലാതെ കരാറ് പിടിക്കാൻ വേണ്ടിയിട്ട് ഇറ്റലിയിലെ ഉദ്യോഗസ്ഥന്മാരെയും ഇന്ത്യയിലെ ഉദ്യോഗസ്ഥന്മാരെയും രാഷ്ട്രീയ നേതാക്കളെയും പണം കൊടുത്ത് ചാക്കിലാക്കി. ഇവർക്കെതിരെയുള്ള പ്രധാനപ്പെട്ട ഒരു ആരോപണം ഇന്ത്യയിലെ ഇറ്റാലിയൻ സ്ഥാനപതിയെയും അവിടുത്തെ പ്രധാനമന്ത്രി ആയിരുന്ന ആളെയും ഇവര് ലോബി ചെയ്തു. ഇന്ത്യൻ ഗവൺമെന്റിനെ വിളിച്ചിട്ട് ഈ കരാറിൽ തന്നെ ഏർപ്പെടണമെന്ന് പറയാൻ ഇറ്റാലിയൻ ഉദ്യോഗസ്ഥന്മാർക്ക് ഇവർ പണം കൊടുത്തിട്ടുണ്ട്. അതേ മട്ടിൽ ഇന്ത്യയിൽ ധാരാളം ഉദ്യോഗസ്ഥന്മാർക്കും, നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, SP ത്യാഗി എയർ ചീഫ് മാർഷൽ ആയിരുന്ന ഇന്ത്യൻ എയർഫോഴ്സിന്റെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥനായിരുന്ന SP ത്യാഗി ഈ കേസിൽ പ്രതിയായിട്ടുള്ള ആളാണ്. അതേപോലെ തന്നെ അന്നത്തെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായിരുന്ന MK നാരായണൻ ഈ കേസിൽ ചോദ്യം ചെയ്യപ്പെടാൻ വിധിക്കപ്പെട്ടിട്ടുള്ള ആളാണ്. മലയാളിയായിട്ട് ഒറ്റപ്പാലംകാരനായിട്ടുള്ള MK നാരായണൻ അങ്ങനെ ഒരു കറുത്ത അധ്യായത്തിലൂടെ കടന്നുകൊണ്ടി വന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒക്കെ അപമാനമുള്ള സംഭവമാണ്. അതേപോലെ തന്നെ അന്നത്തെ SPG ചീഫ് ആയിരുന്ന വാഞ്ചു, BW വാഞ്ചു, അങ്ങനെ ഏറ്റവും ടോപ്പ് ടയർ ആയിട്ടുള്ള ആൾക്കാരെ വരെ ഇങ്ങനെ ഒരു അഴിമതി നടത്താൻ വേണ്ടി ഓപ്പൺ ചെയ്യുകയും ഇത് ഇറ്റലിയിലെ അന്വേഷണ ഏജൻസികൾക്ക് ബോധ്യപ്പെടുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഇറ്റലിയിൽ അന്വേഷണം നടക്കുകയും പറയുന്ന പ്രധാനപ്പെട്ട നേതാക്കന്മാര്, ഈ പറയുന്ന ഒഗസ്റ്റ വെസ്റ്റ്ലാൻഡിന്റെയും ഫിൻമെക്കാനിക്കയുടെയും നേതാക്കന്മാർ അറസ്റ്റ് ചെയ്യപ്പെടുകയും ഇവരെ ആദ്യത്തെ കോടതിയിലെ വ്യവഹാരത്തിന് ശേഷം, ഇറ്റലിയിലെ ഫസ്റ്റ് കോർട്ട് ഓഫ് മിലാനിലെ വ്യവഹാരത്തിന് ശേഷം അതിന്റെ മുകളിൽ നടക്കുന്ന അപ്പീലിൽ 2016 ആയപ്പോഴേക്കും സെക്കൻഡ് കോർട്ട് ഓഫ് അപ്പീൽ എന്ന് പറയുന്ന ഇറ്റലിയിലെ കോടതി ഇതിൽ ഈ പറയുന്ന ജൂസെപ്പ് ഓർസി എന്ന് പറയുന്ന ആളെ 4 വർഷം തടവിന് ശിക്ഷിച്ചു. അതേപോലെ തന്നെ ക്രിസ്ത്യൻ മൈക്കിൾ എന്ന് പറയുന്ന ആളെ തടവിന് ശിക്ഷിച്ചു. ഇതിലെ പ്രധാനപ്പെട്ട പല ഉത്തരവാദിത്തപ്പെട്ട ആളുകളും ഇറ്റലിയിൽ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു. എന്നാൽ 2014 ഇങ്ങനെ ഒരു സംഗതി ഇറ്റലിയിൽ പൊട്ടിപ്പുറപ്പെടുകയും ഇറ്റലിയിലെ മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്യുകയും സ്വാഭാവികമായിട്ട് ഇന്ത്യയിൽ കാര്യങ്ങൾ അറിയുകയും ചെയ്തപ്പോൾ തന്നെ അന്ന് ഭരണത്തിലിരിക്കുന്ന കോൺഗ്രസിന്റെ സർക്കാരാണ്. 2014 മെയ് മാസത്തിൽ മാത്രമേ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേറുന്നുള്ളൂ. അന്നത്തെ ഗവൺമെന്റ് നയതന്ത്രപരമായിട്ടുള്ള സ്വാധീനം ചെലുത്തിക്കൊണ്ട് ഇറ്റലിയിൽ ഈ പറയുന്ന ഒഗസ്റ്റ വെസ്റ്റ്ലാൻഡ് കരാറുമായി ബന്ധപ്പെട്ട എല്ലാ ഡോക്യുമെന്റുകളെയും ക്ലാസിഫൈഡ് ഡോക്യുമെന്റുകളാക്കി മാറ്റുകയും അത് പുറത്തു വിടുന്നില്ല എന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തു. അപ്പൊ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേറിയപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ തനിക്ക് മുന്നേ ഉണ്ടായിരുന്ന ഗവൺമെന്റ് ഇറ്റലി എന്ന് പറയുന്ന ഒരു വിദേശ രാജ്യവുമായിട്ട് ഏർപ്പെട്ടിട്ടുള്ള ഒരു നയതന്ത്രപരമായിട്ടുള്ള ഇടപെടൽ, സർക്കാർ മാറിയാലും രാജ്യം ഒന്ന് തന്നെയാണ്. അതുകൊണ്ട് എന്റെ മുൻ സർക്കാരിനെതിരെയുള്ള അഴിമതി ആരോപണവുമായി ബന്ധപ്പെട്ട് ക്ലാസിഫൈഡ് ഫയൽസ് തരണം എന്ന് പറയാൻ സാധിക്കില്ല. അത് മറ്റൊരു ഡിപ്ലോമാറ്റിക് ചാനലിലൂടെ നടക്കേണ്ട ഒരു പ്രക്രിയയാണ്. അതിനു മുമ്പേ തന്നെ ഈ പറയുന്ന എന്താ പറയുക, ഈ ചേംബറുകളെല്ലാം ഇവര് സ്റ്റോൺ വാൾ ചെയ്തു അല്ലെങ്കിൽ സീൽ ചെയ്തു. ഈ രേഖകളൊന്നും പുറത്തു പോകുന്നില്ലെന്ന് ഉറപ്പുവരുത്തി ഇതുമായി ബന്ധപ്പെട്ട പബ്ലിക് ഡിസ്കോഴ്സിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട തെളിവുകളെല്ലാം വായിച്ചു. ഇതിൽ കുറെ ഉദ്യോഗസ്ഥന്മാരെ ബലിയാടുകളാക്കി. ഒരു രാഷ്ട്രീയ നേതാവ് പോലും പ്രതിയല്ലാതെ CBI കൊണ്ട് ആദ്യം എന്താ പറയുക, കോർട്ട് മോണിറ്റേർഡ് ഇൻവെസ്റ്റിഗേഷൻ വേണം എന്നായിരുന്നു ഇവിടുത്തെ പ്രതിപക്ഷത്തിന്റെ ആവശ്യം. ഇവർ സമ്മതിച്ചില്ല. പകരം ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി എന്ന് പറയുന്ന 30 അംഗങ്ങളുടെ പാർലമെന്ററി കമ്മിറ്റിനെ നിയോഗിച്ചു. ഇവർക്ക് തന്നെ ഭൂരിപക്ഷവും മേധാവിത്വമുള്ള ഒരു കമ്മിറ്റി. ആ കമ്മിറ്റിയുടെ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ CBI അന്വേഷണത്തിന് ഉത്തരവായി. CBI അന്വേഷണ ഉത്തരവായപ്പോ പോലും ഈ പറയുന്ന രാഷ്ട്രീയ നേതാക്കന്മാർ ആരും ഇതിൽ പ്രതികളായില്ല. സോണിയാഗാന്ധി പ്രതിയായില്ല, ഈ പറയുന്ന അഹമ്മദ് പട്ടേൽ പ്രതിയായില്ല, ഓസ്കാർ ഫെർണാണ്ടസോ വീരപ്പ മൊയ്ലിയോ ആരും ഇതിൽ പ്രതികളായില്ല. പ്രതികളായത് ആരൊക്കെയാ? എയർ ചീഫ് മാർഷൽ ആയിരുന്ന SP ത്യാഗി, അതേപോലെ തന്നെ SPG ചീഫ് ആയിരുന്ന BW വാഞ്ചു, ദേശീയ ഉപദേഷ്ടാവായിരുന്ന MK നാരായണൻ, ഇങ്ങനെ ഏതാണ്ട് 10 സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ മാത്രം ബലിയാടാക്കിക്കൊണ്ടൊരു കേസെടുത്തു. ഇവരാണ് ഈ തട്ടിപ്പ് നടത്തിയത്. ഇറ്റലിയൻ കോടതിയിൽ സമർപ്പിക്കപ്പെട്ടിട്ടുള്ള രേഖകളിൽ എങ്ങനെയാണ് ഇവർ ഈ കമ്മീഷൻ ഡിവൈഡ് ചെയ്തതെന്ന് വരെ കൃത്യമായി പറയുന്നുണ്ട്. 30 മില്യൺ യൂറോയുടെ കമ്മീഷനിൽ 6.4 മില്യൺ യൂറോ ഉദ്യോഗസ്ഥന്മാർക്ക് കൊടുത്തത്, 16 മില്യൺ യൂറോ രാഷ്ട്രീയക്കാർക്ക് കൊടുത്തത്, ഓരോ കുടുംബത്തിനും എത്രയാണ് കൊടുത്തത്? അത് നമ്മുടെ ഇയാളുടെ കരിമണൽ കർത്തയുടെ കുറിപ്പടിയിൽ എഴുതിയതുപോലെ PVRCOC എന്ന പോലെ സിമിലർ ആയിട്ട് ഇറ്റലിയിൽ ഇവർ ഫോളോ ചെയ്യുന്ന ഇതേ സമ്പ്രദായം തോന്നുന്നു. കാരണം അവിടുത്തെ ഇയാളുടെ ഈ ക്രിസ്ത്യൻ മൈക്കിളിന്റെ നോട്ടിൽ, ഹാൻഡ് റിട്ടൺ നോട്ടിൽ AP എന്ന് എഴുതിയിട്ടുണ്ട് അഹമ്മദ് പട്ടേലിനെ സംബന്ധിച്ച്. അതേപോലെ തന്നെ FAM എന്ന് എഴുതിയിട്ടുണ്ട്. അത് രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പൊളിറ്റിക്കൽ ഫാമിലിയെ സംബന്ധിക്കുന്നതാണ്. അതേപോലെ തന്നെ AF എന്ന് എഴുതിയിട്ടുണ്ട്, BUR എന്ന് എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ ഓരോ ആൾക്കും കൊടുത്തത് എത്രയാണെന്ന് വരെ കൃത്യമായി പറയുന്ന ക്രിസ്ത്യൻ മൈക്കിളിന്റെ ഹാൻഡ് റിട്ടൺ ആയിട്ടുള്ള നോട്ട് ഉണ്ട്. ഈ നോട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒഗസ്റ്റ വെസ്റ്റ്ലാൻഡ് കമ്പനി, ഈ ക്രിസ്ത്യൻ മൈക്കിൾ ഇതിലെ ബ്രോക്കറാണ്. ഇയാളാണ് ഈ കമ്പനിയിൽ നിന്ന് പണം മേടിക്കുന്നതും അത് ഇന്ത്യയിൽ കൊണ്ടുപോയിട്ട് ഈ വേണ്ടപ്പെട്ട ആളുകൾക്കെല്ലാം കൊടുത്തിട്ട് ഇവരെ എല്ലാം കരാറിന് അനുകൂലമാക്കുന്നതും ഇവരെ കൊണ്ട് ഇങ്ങനെ ഒരു കരാറിൽ ഏർപ്പെടാൻ സമ്മതിക്കുന്നു.
സ്വാഭാവികമായിട്ട് ഇവിടെ ആൾക്കാർ പണം മേടിച്ചുകൊണ്ടാണല്ലോ ഇങ്ങനെ കരാറുണ്ടായത്. അതല്ലെങ്കിൽ 6000 മീറ്റർ എന്നുള്ളത് 4500 മീറ്റർ ആവില്ല, 3600 കോടി രൂപയുടെ എത്ര എക്സോർബിറ്റന്റ് ആയിട്ടുള്ള ഒരു ഡീൽ ഉണ്ടാവില്ല, 12 VVIP ഹെലികോപ്റ്ററുകൾ മേടിക്കുക എന്നുള്ള തീരുമാനം ഉണ്ടാവില്ല. ഹെലികോപ്റ്ററിന്റെ എണ്ണത്തിൽ വർധനമുണ്ടായി. കാരണം ആദ്യത്തെ പ്രപ്പോസൽ പ്രകാരം രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി തുടങ്ങിയിട്ടുള്ള 4-5 ആളുകൾക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ നമ്മൾ 12 VIP ഹെലികോപ്റ്ററുകൾ എന്ന് പറയുന്ന എണ്ണത്തിലേക്ക് വർദ്ധിച്ചു. അപ്പൊ ഇവർക്ക് കമ്പനിക്ക് അനുകൂലമായിട്ടുള്ള ഒരു ഡീൽ ഇവിടെ ഉണ്ടായി. സ്വാഭാവികമായിട്ട് ഇവിടെ ആരാണ് ആ പണം മേടിച്ചത് എന്നുള്ളത് കണക്കുണ്ടല്ലോ. ക്രിസ്ത്യൻ മൈക്കിളിന്റെ തന്നെ ഇന്ത്യയിലുള്ള അസറ്റ്സ് ഇതുമായി ബന്ധപ്പെട്ട് പരിശോധനയിൽ ED അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. 2017 ഈ കാര്യത്തിൽ ED അന്വേഷണം ആരംഭിച്ചു. ED അന്വേഷണത്തിൽ ഏതാണ്ട് 8.5 കോടി രൂപയുടെ അസറ്റ്സ്, ഇന്ത്യയിൽ സ്പെൻഡ് ചെയ്യപ്പെട്ടിട്ടുള്ള അസറ്റ്സ് ഇതിനോടകം തന്നെ അറ്റാച്ച് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ബാങ്കിലുള്ള ഡെപ്പോസിറ്റുകൾ കണ്ടിട്ടുണ്ട്. അതിൽ തന്നെ ഈ പണം ഇവിടെ നിന്ന് ലോണ്ടർ ചെയ്തതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലേക്ക് വന്ന പണം മൗറീഷ്യസിലെ ബാങ്കുകളിലേക്കും അതേപോലെ തന്നെ മറ്റു രാജ്യങ്ങളിലെ ബാങ്കുകളിലേക്കും ലോണ്ടർ ചെയ്തതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ സംഭവിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട മാറ്റം ഇതായിരുന്നു. ഇത്രയും കാലത്ത് ഇതിന്റെ ഒരു ചരിത്രം. ഇങ്ങനെ വലിയൊരു അഴിമതി നടന്നു. പക്ഷെ ഇറ്റലിയിൽ ഉണ്ടായിരുന്ന ആ ഡോക്യുമെന്റ്സ് ക്ലാസിഫൈഡ് ആണ്, കോടതി രേഖകളൊന്നും പുറത്തുവിടാൻ പറ്റില്ല, ഇത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തെ താറുമാറാക്കും എന്നൊരു വാദപ്രകാരം ഈ രേഖകൾ പുറത്തുവിടാണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോ ഇറ്റാലിയൻ അധികാരികൾ നരേന്ദ്രമോദി സർക്കാരിന്റെ നിരന്തരമായിട്ടുള്ള സമ്പർക്കവും അവരുമായിട്ടുള്ള നല്ല ബന്ധവും മുൻനിർത്തിക്കൊണ്ട് ഒഗസ്റ്റ വെസ്റ്റ്ലാൻഡുമായി ബന്ധപ്പെട്ട രേഖകൾ സർക്കാരിന് കൈമാറാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ തവണത്തെ നരേന്ദ്രമോദിയുടെ ഇറ്റാലിയൻ സന്ദർശനത്തിൽ തന്നെ അദ്ദേഹത്തിന് അതുമായി ബന്ധപ്പെട്ട രേഖകൾ കിട്ടിയെന്നാണ് മാധ്യമങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നത്. ഇറ്റലിയിൽ ഒരു ഭരണമാറ്റവും അതിന് വലിയൊരു ആക്കം കൂട്ടിയില്ല രേഖകൾ ഇങ്ങോട്ടേക്ക് തരാനുള്ള. ഇമാനുവൽ മാക്രോൺ മാറി, പുതിയ ഭരണം. ഇമാനുവൽ മാക്രോണുമായിട്ട് നല്ല ബന്ധം പുലർത്തിയിരുന്നു ഇന്ത്യൻ ഗവൺമെന്റ്. നയതന്ത്ര കാര്യത്തിൽ ഇന്ത്യൻ ഗവൺമെന്റിന്റെ കഴിഞ്ഞ 10 കൊല്ലത്തെ ട്രാക്ക് റെക്കോർഡ് എന്ന് പറയുന്നത് എന്താ പറയാ, ഇമ്പോസിബിൾ ആയിട്ടുള്ള റെക്കോർഡാണ്. അത് ഭയങ്കര എന്താ പറയാ, അത്രയും മികച്ച ട്രാക്കാണ് നയതന്ത്ര കാര്യങ്ങളിൽ ഉണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ച് എസ് ജയശങ്കറിനെ പോലെ ഏബിൾ ആയിട്ടുള്ള ഒരു എന്താ പറയാ, ഈ പറയുന്ന നയതന്ത്ര മേഖലയിൽ പ്രവർത്തിച്ച് പ്രാവീണ്യമുള്ള ഒരു നോൺസെൻസ് മാൻ ആയിട്ടുള്ള എസ് ജയശങ്കറിനെ പോലെ ഒരാള് ഫോറിൻ മിനിസ്റ്ററായി വന്നോട് കൂടിയിട്ട് ഇന്ത്യയുടെ ഈ പറയുന്ന നയതന്ത്ര മേഖലയിലുള്ള ഇടപെടലിന്റെ സാധ്യത വളരെയായിട്ട് വർദ്ധിച്ചിട്ടുണ്ട്. അത് ഫ്രാൻസുമായിട്ട് മാത്രമല്ല, അത് നോക്കൂ, നമുക്കിപ്പോ ഉക്രൈൻ റഷ്യ ക്രൈസിസിൽ 2 രാജ്യങ്ങളും മധ്യസ്ഥരായിട്ട് ഇന്ത്യനെ ആവശ്യപ്പെടുന്ന മട്ടിൽ ഒക്കെ നമ്മുടെ ഇന്റർനാഷണൽ സ്റ്റേറ്റ്സ് മാറിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ റൂളിംഗ് എസ്റ്റാബ്ലിഷ്മെന്റുമായിട്ട് ഇറ്റലിയിലെ ഇപ്പോഴത്തെ മെലനി ഗവൺമെന്റുമായിട്ട് നരേന്ദ്രമോദി സർക്കാരിന് വളരെ നല്ല ബന്ധമാണുള്ളത്. പക്ഷേ ഇതൊരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു എഫർട്ടാണ്. ഇത് 2014 മുതൽ തുടർച്ചയായി നമ്മൾ നടത്തി വന്നിരുന്ന ഒരു ശ്രമമാണ് ഈ പറയുന്ന കോടതി രേഖകൾ കിട്ടാനും ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ കിട്ടാനും. കാരണം ഇറ്റലിയിലെ കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും, ഓറൽ എവിഡൻസുകളും, അതിലെ ആളുകൾ നേരിട്ട് നടത്തിയിട്ടുള്ള കൺഫെഷൻസും. പറഞ്ഞതിൽ ഒരു കാര്യം എനിക്ക് ചോദിക്കാനുള്ളത്, ഇറ്റലിയിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അഴിമതി നടത്തിയ ആൾക്കാരെ അവിടെ ഗവൺമെന്റ്, അവിടെയുള്ള കോടതി ശിക്ഷിച്ചു എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി അടക്കമുള്ള ഈ അഴിമതി നടത്തിയ ആൾക്കാർ, രാഷ്ട്രീയക്കാരെ ശിക്ഷിക്കാൻ ഇനി എത്ര കാലം കാത്തിരിക്കണം? അവരുടെ ഒരു ഗതി എന്തായിരിക്കും? ഇത് വെച്ചിട്ട് നരേന്ദ്രമോദി ഇത് ഇപ്പോ ഈ ഭൂതത്തെ ഇപ്പൊ തുറന്നു വിട്ടിരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്തായിരിക്കും? നോക്കൂ, ഇവിടെ ഇപ്പൊ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ ഇറ്റാലിയൻ കോടതിയുടെ 225 പേജുള്ള ജഡ്ജ്മെന്റും അതുമായി ബന്ധപ്പെട്ട അറ്റാച്ച്ഡ് ഡോക്യുമെന്റ്സും ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് അവർ കൈമാറി കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായിട്ടും ഈ കേസിൽ ഓൾറെഡി ഒരു ഇൻവെസ്റ്റിഗേഷൻ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. CBIയുടെ നേതൃത്വത്തിൽ ഒരു അന്വേഷണം നടക്കുന്നുണ്ട്, EDയുടെ നേതൃത്വത്തിൽ ഒരു അന്വേഷണം നടക്കുന്നുണ്ട്. ഈ രേഖകൾ CBIക്ക് കൈമാറുക എന്നുള്ളതാണ് ഇവിടെ ആദ്യം സംഭവിക്കേണ്ടത്. അതിന്റെ അടിസ്ഥാനത്തിൽ CBI ഈ രേഖകൾ CBI കോടതിയിൽ, ഏത് കോടതിയിലാണോ CBI കേസ് നടത്തുന്നത് ആ കോടതിയിൽ സമർപ്പിക്കും. ആ രേഖകളുടെ അടിസ്ഥാനത്തിൽ ഇത് ഉൾപ്പെട്ടിട്ടുള്ള പ്രതികളെ കോടതിക്ക് നോട്ടീസ് അയച്ചു വരുത്താനും ഇവർക്കെതിരെ ഇതിൽ പറയുന്ന കുറ്റങ്ങളുടെ അടിസ്ഥാനത്തിൽ ചാർജുകൾ ഫ്രെയിം ചെയ്യാനും സാധിക്കും. ഇറ്റലിയിലെ കോടതി ഇവരെ ശിക്ഷിച്ചു എന്നതുകൊണ്ട് ഓട്ടോമാറ്റിക് ആയിട്ട് എന്താ പറയാ, ശിക്ഷാ നടപടി ഇന്ത്യയിൽ തുടരാൻ സാധിക്കില്ല. ഇന്ത്യയിൽ ഒരാളെ ശിക്ഷിക്കണമെങ്കിൽ ഇന്ത്യൻ കോടതിക്ക് മുമ്പിൽ അവരുടെ കുറ്റം സ്ഥാപിച്ച് അതിനുള്ള തെളിവുകൾ സമർപ്പിച്ച് അവർക്ക് ഡിഫെൻഡ് ചെയ്യാനുള്ള അവസരം കൊടുത്ത് അവസാനം ഫൈനൽ ഹിയറിംഗ് കഴിഞ്ഞതിന് ശേഷം സംശയത്തിന് അതീതമായി അവർക്കെതിരെയുള്ള കുറ്റം പ്രൂവ് ചെയ്താൽ മാത്രമേ നമുക്ക് ശിക്ഷിക്കാൻ സാധിക്കുള്ളൂ. പക്ഷെ ഇവിടെ വളരെ ശക്തമായൊരു തെളിവ്, ഒരു രാജ്യത്തെ പരമോന്നത കോടതി സംവിധാനം അല്ലെങ്കിൽ ഒരു പരമാധികാര രാഷ്ട്രത്തിന്റെ നിയമ സംവിധാനം ഓൾറെഡി പ്രോപ്പർ ആയിട്ടുള്ള ഫെയർ ട്രയൽ, ഒരു പ്രോപ്പർ ആയിട്ടുള്ള വിചാരണ നടപടി പൂർത്തീകരിച്ചതിന് ശേഷം സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള കുറ്റമാണ് എന്നത് നമുക്ക് ഇവിടെ കൊണ്ടുവരാൻ സാധിച്ചു കഴിഞ്ഞാൽ, ഇതിൽ ഇവരുടെ ഡയറക്റ്റ് ഇൻവോൾവ്മെന്റ് നമുക്ക് പ്രൂവ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് തീർച്ചയായിട്ടും ഇന്ത്യൻ കോടതികളിൽ നിന്ന് തന്നെ തക്കതായിട്ടുള്ള, അതായത് പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിന്റെ അടിസ്ഥാനത്തിലുള്ള ജയിൽ നടപടികൾ ഇവർക്ക് ഉണ്ടാവും തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്.
ഈ ശക്തമായിട്ടുള്ള ഒരു പ്രതിപക്ഷമായിട്ട് ഇപ്പൊ ഇന്ത്യ സഖ്യം ഉയർന്നു വരാനായിട്ട് ശ്രമിക്കുകയാണല്ലോ. അപ്പോ അരവിന്ദ് കെജ്രിവാൾ അടക്കമുള്ളവർ അകത്ത് പോയപ്പോൾ ഇവര് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നരേന്ദ്രമോദി ഫാബ്രിക്കേറ്റ് ചെയ്യുന്ന ഒരു കേസാണ് ഇതെന്നാണ്. ഇപ്പൊ ശക്തമായിട്ടുള്ള ഒരു അല്ല പ്രതിപക്ഷം ആ ഉയർന്നു വരുന്ന ഈ അല്ല, ഒരു സാഹചര്യത്തിൽ ശക്തമായ പ്രതിപക്ഷം ഉയർന്നു വരുന്നു എന്ന് നമ്മൾ കുറെ ദിവസമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒരു പ്രതിപക്ഷ നേതാവ് പോലും ഉയർന്നു വന്നായി കാണുന്നില്ല. അതായത് കൊടിക്കുന്നിലെ ജൂൺ ആക്കും 5 എന്നാണ് റിസൾട്ട് പറയുന്നത്. കൊടുക്കുന്നല്ല, പ്രോട്ടോം സ്പീക്കർ ആക്കാനാണല്ലോ നോക്കിയത്. പ്രോട്ടോം സ്പീക്കറിന് അപ്പുറത്തേക്ക് അതെ. അദ്ദേഹത്തെ പ്രതിപക്ഷ നേതാവാക്കണം എന്നൊരു ആലോചന കോൺഗ്രസിനകത്ത് പോലും ഇല്ല. കോൺഗ്രസിൽ പോട്ടെ, ഇന്ത്യ മുന്നണിക്കുള്ളിൽ ഒരു കൺസെൻസസ് ഉണ്ടോ? ഇവർ ഈ പറയുന്ന ജൂൺ 5 റിസൾട്ട് വന്നു കഴിയുമ്പോൾ ഞങ്ങൾ അടുത്ത ദിവസം സർക്കാർ ഉണ്ടാക്കാൻ പോവാന്ന് പറഞ്ഞ ആൾക്കാരാണ്. ഇപ്പൊ ഏതാണ്ട് 15 ദിവസങ്ങൾ കഴിഞ്ഞു, 16 ദിവസങ്ങളായി ഇന്ന്. ഇതുവരെയായിട്ടും ആരാണ് തങ്ങളുടെ സഭയിലെ നേതാവ്, പ്രതിപക്ഷ നേതാവ് ആരാണെന്ന് തീരുമാനിക്കാൻ ഇവർക്ക് സാധിച്ചിട്ടില്ല. അതായത് യാതൊരു ഐക്യമില്ലാത്ത, യാതൊരു കൺസെൻസസും ഇല്ലാണ്ട് എന്താണ് പ്രത്യേകമായിട്ടുള്ള രാഷ്ട്രീയ സ്വാർത്ഥലാഭങ്ങൾക്ക് വേണ്ടി മാത്രം ഒത്തുകൂടിയിട്ടുള്ള അവസരവാദികളുടെ ഒരു കൂട്ടായ്മയാണിത്. ഇവർക്ക് തങ്ങളെ അല്ലാണ്ട് പണ്ട് പൈറേറ്റ്സ് ഓഫ് കരീബിയൻ സിനിമയിലുണ്ട് ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്. അവിടെ എന്താന്ന് വെച്ചാൽ ഈ പൈറേറ്റുകളുടെ നേതാവ് ആരാണെന്ന് തെരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഈ കടൽ കള്ളക്കാരെല്ലാവരും കൂടി ഇരുന്നിട്ടാണ് ഇവരുടെ കൗൺസിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. ഉം. അവിടുത്തെ നിയമപ്രകാരം 2 വോട്ട് കിട്ടിയ ആൾ ജയിക്കും. കാരണം എന്താ വെച്ചാൽ ഉം. ആരും മറ്റൊരാൾക്ക് വോട്ട് ചെയ്യില്ല, എല്ലാവരും അവനവന് മാത്രമേ വോട്ട് ചെയ്യാറുള്ളൂ. ആർക്കെങ്കിലും ആദ്യമായിട്ട് 2 വോട്ട് കിട്ടി അയാൾ ജയിച്ചു. അങ്ങനെയാണ് അതില് ജോണി ഡെപ്പിന്റെ ക്യാരക്ടർ ഒരാളെ അയാൾക്ക് വോട്ട് ചെയ്തിട്ട് അയാളെ ജയിപ്പിക്കുന്നത്. ഇതാണ് ഇന്ത്യ മുന്നണിയുടെ സ്ഥിതി. ഇതില് ആര് പ്രധാനമന്ത്രിയാണോ എന്ന് ചോദിച്ചാലും ആര് പ്രതിപക്ഷ നേതാവാണോ എന്ന് ചോദിച്ചാലും 2 വോട്ട് കിട്ടിയ ആൾക്ക് ആവാൻ പറ്റും. കാരണം എല്ലാവരും അവനവനെ വോട്ട് ചെയ്യുള്ളൂ. തൃണമൂൽ അപ്പൊ കോൺഗ്രസ് പറയുന്നു മമതാ ബാനർജി. അവസാനമായിട്ടൊരു ചോദ്യം കൂടെ ചോദിച്ചത് നമ്മുടെ റഫേൽ വിഷയമൊക്കെ വന്നപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾ കൊണ്ടുപിടിച്ച് ചർച്ച ചെയ്തതാണ്. കാരണം റഫേലിൽ പ്രതിരോധ മന്ത്രാലയത്തിന്റെ ആ രഹസ്യമായിട്ടുള്ള നീക്കങ്ങൾ പോലും അടച്ച കവറിലല്ലാതെ തുറന്ന് ജനങ്ങൾക്ക് മുമ്പിൽ വയ്ക്കണം എന്നാണ് കേരളത്തിലെ മാധ്യമങ്ങൾ അടക്കം പറഞ്ഞത്. സുപ്രീം കോടതി അത്തരത്തിലുള്ള ഒരു നീക്കം നടത്തണം എന്ന് പറഞ്ഞ് സുപ്രീം കോടതി ജഡ്ജിമാർക്ക് ഇവിടെയുള്ള കോട്ടയത്തെ ജഡ്ജിമാര് നിർദ്ദേശം കൊടുക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഇത്രയും വലിയൊരു അഴിമതി വന്നിട്ട് നമ്മുടെ മാധ്യമങ്ങൾ എന്താവും ആ തുറന്നൊരു വാക്കുമിണ്ടാത്ത ഇതുകൂടെ പറഞ്ഞ് നമുക്ക് നിർത്താം. യെസ്, അത് വളരെ നമ്മുടെ മാധ്യമങ്ങൾ പുലർത്തി വരുന്ന ഒരു ഇരട്ടത്താപ്പിന്റെ ഏറ്റവും പ്രത്യക്ഷമായിട്ടുള്ള ഒരു അവസാനത്തെ ഉദാഹരണം എന്നേ അതിനെ ഉം. കാണേണ്ടതുള്ളൂ. ഇതിൽ ആദ്യത്തെ കാര്യം, ഇപ്പൊ നേരത്തെ ധനുഷ് ചോദിക്കുമ്പോൾ പറഞ്ഞു, ഇത് നരേന്ദ്രമോദി പ്രതിപക്ഷത്തിനെ ദുർബലമാക്കാൻ വേണ്ടി നരേന്ദ്രമോദി ഫാബ്രിക്കേറ്റ് ചെയ്യുന്ന ഒരു അഴിമതി ആരോപണമാണെന്ന് എങ്ങനെയാണ് പറയാൻ സാധിക്കുക? കാരണം നരേന്ദ്രമോദി 2014 മെയ്യിലെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിട്ടുള്ളൂ. ഈ പറയുന്ന ഒഗസ്റ്റ വെസ്റ്റ്ലാൻഡുമായിട്ടുള്ള അഴിമതി ആരോപണം 2013 UPA സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായതാണ്. അന്ന് പ്രതിരോധ മന്ത്രിയായിരുന്ന AK ആന്റണിയാണ് പറഞ്ഞത് ഈ കാര്യത്തിൽ അഴിമതി നടന്നിട്ടുണ്ട്, ഇതിൽ ആളുകൾക്ക് കമ്മീഷൻ കിട്ടിയിട്ടുണ്ട്, അതിനെതിരെ യുക്തമായിട്ടുള്ള അന്വേഷണവും നടപടി ഉണ്ടാവും. AK ആന്റണി പ്രതിരോധ മന്ത്രി ആയിരിക്കുമ്പോഴാണ് പറഞ്ഞത്. ഉം. കോൺഗ്രസിന്റെ കാലത്തുള്ള UPA സർക്കാരാണ് ഈ കാര്യത്തിൽ JP നിയമിച്ചത്. പോട്ടെ, അതിൽ ഇതൊക്കെ പോട്ടെ, വേറൊരു ഇതിന്റെ കാര്യം കാര്യം പോട്ടെ. ഞാനൊരു ഉദാഹരണം സഹിതം പറയാം. അതായത് നമ്മുടെ ആം ആദ്മി പാർട്ടിയിൽ അരവിന്ദ് കെജ്രിവാൾ മദ്യനയത്തിൽ അഴിമതി നടത്തിയിട്ടുണ്ടെന്നുള്ള പരാതി ആദ്യം ഉന്നയിച്ചത് കോൺഗ്രസ് ആണല്ലോ. എന്നിട്ട് കോൺഗ്രസ് ഇപ്പൊ പതുക്കെ മാറിയിട്ട് എല്ലാം നരേന്ദ്രമോദിയുടെ തലയിലെടുത്ത് വച്ചു കൊടുത്ത് ഫാസിസ്റ്റ് മോദി കെജ്രിവാളിനെ ജയിലിൽ അടച്ചു എന്ന് പറഞ്ഞൊരു നെറേറ്റീവ് ആണല്ലോ ഇപ്പൊ കേരളത്തിലെ മാധ്യമങ്ങൾ കൊണ്ടാടുന്നത്. അതേസമയം കോൺഗ്രസ് ആണ് ഇതിന്റെ പിന്നിൽ എന്നുള്ളത് തുടക്കത്തിൽ എന്നുള്ളത് അവര് ബോധപൂർവ്വം മറച്ചു വെക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചോദിച്ചത് പ്രധാനമായിട്ടും. അല്ല, മാത്രമല്ല ഈ കാര്യത്തിൽ ആദ്യമായിട്ട് അന്വേഷണം നടന്നതും അതിന്റെ അടിസ്ഥാനത്തിൽ നടപടി ഉണ്ടായതും അറസ്റ്റ് ഉണ്ടായതും ശിക്ഷാ നടപടി ഉണ്ടായതും ഇറ്റലിയിലാണ്. അതെ. നരേന്ദ്രമോദിക്ക് ഇറ്റലിയിലെ സർക്കാരിനെ ഫാബ്രിക്കേറ്റ് മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് അവിടെ കോൺഗ്രസിനെതിരെ അഴിമതി ആരോപണം ഉന്നയിക്കാൻ സാധിക്കില്ല. 2013 ഫെബ്രുവരിയിൽ ഫിൻമെക്കാനിക്കയുടെയും അതേപോലെ തന്നെ ഒഗസ്റ്റ വെസ്റ്റ്ലാൻഡിന്റെയും സിഇഒമാരെ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ മാത്രമാണ് ഇന്ത്യയിൽ ഈ വിഷയം വാർത്തയായത്. ഇത് ഇറ്റലിയിൽ ഉടലെടുത്തിട്ടുള്ള കേസാണ്. ഇറ്റലിയിലെ കോടതി തെളിവ് സഹിതം കണ്ടെത്തിയിട്ടുണ്ട്. എന്ത്? 3600 കോടി രൂപയുടെ ഈ പറഞ്ഞ VVIP ചോപ്പർ സ്കാം എന്ന് വിളിക്കുന്ന അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് പരിപാടിക്ക് വേണ്ടിയിട്ട് ഏതാണ്ട് 360 കോടി രൂപ, 600 കോടി രൂപ എന്ന് പറയുന്നു, 600 കോടി രൂപയോളം പണം ഇവർ കമ്മീഷനായിട്ട് ഇന്ത്യയിലെ 12ഓളം രാഷ്ട്രീയ നേതാക്കന്മാർക്കും ഉദ്യോഗസ്ഥർക്കും കൊടുത്തിട്ടുണ്ടെന്ന് ഇറ്റലിയിൽ കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഇത് വിവാദമായത്. അക്കാര്യത്തിൽ തുടർന്ന് വന്ന സർക്കാർ എടുക്കുന്ന സ്വാഭാവിക നടപടികളല്ലാതെ നരേന്ദ്രമോദി സർക്കാരിന് ഒന്നും ചെയ്യാനുള്ള അവസരം ഇവിടെ ഉണ്ടായിട്ടില്ല. സോണിയാഗാന്ധി അകത്ത് പോവോ? പോവേണ്ടതാണ് നിയമപ്രകാരം. ഇപ്പൊ നാഷണൽ അതുകൂടെ ഹെറാൾഡ് പറഞ്ഞു കേസിൽ കിട്ടാം. വേറെ വേറെ ഒന്നും നാഷണൽ പറയണ്ട. ഹെറാൾഡ് ആ കേസിൽ ഒരു ജാമ്യത്തേക്ക് ഇറങ്ങി നടക്കുകയാണല്ലോ. ശരി. അപ്പൊ ഇങ്ങനെ ഒന്ന് സോണിയാഗാന്ധി രണ്ട് അകത്ത് കേസുകളൊക്കെ വന്നു പോകേണ്ടതാണ്. കഴിഞ്ഞാൽ ഒന്ന് രണ്ട് കേസൊക്കെ വന്നു കഴിഞ്ഞാൽ സ്ഥിരം കേസുകൾ കുറ്റവാളി എന്നുള്ള ഒരു സ്ഥിരം സാമ്പത്തിക അത് കുറ്റവാളി, സ്ഥിരം തട്ടിപ്പുകാരി എന്നൊക്കെയുള്ള അതുകൊണ്ട് ജാമ്യത്തിനുള്ള സാധ്യതയും കുറയുന്ന എനിക്ക് തോന്നുന്നു. ഉം. അപ്പൊ എന്തായാലും അതുകൂടെ പറഞ്ഞ് നമുക്ക് നിർത്താം. നമ്മളെ പ്രേക്ഷകരെ നിരാശപ്പെടുത്തണ്ട. വളരെ നീതിയുക്തമായിട്ടാണ് പറഞ്ഞത്, അല്ലാതെ നമ്മുടെ താല്പര്യത്തിന് പ്രകാരമൊന്നുമല്ല പറഞ്ഞത്. സോണിയാഗാന്ധി അകത്ത് പോകേണ്ടതാണ്. കാരണം അത്രയ്ക്ക് ഗംഭീരമായിട്ടുള്ള അഴിമതി നടത്താനുള്ള അവരുടെ വൈദഗ്ധ്യം ആരും അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. അതിൽ നാട് ഭരിക്കാൻ വൈദഗ്ധ്യമില്ലെങ്കിലും അഴിമതി നടത്താനുള്ള അവരുടെ വൈദഗ്ധ്യം ഇതിലും അവർ തെളിയിച്ചിരിക്കുന്നു എന്നുള്ളത് എന്നും കൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താം.
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.